ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. മാക്രോണി ഷവർമ അല്ലെങ്കിൽ ഷവർമ മാക്രോണിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്രോണി വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ ഒരു മാക്രോണി ഡിഷിലോട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് ഷവർമയുടെ സ്പൈസസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഷിന് മൊത്തത്തിൽ ഷവർമയുടെ ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. കൂടാണ്ട് നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ള സോസ് ഷവർമയുടെ സോസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പി എങ്ങനെയാണ് നോക്കാം ഇനി. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ചെറിയൊരു പീസ് കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പൂ ഒരു 4-5 എണ്ണം, ഒരു 5-6 ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ വേറെയും ചേർക്കാനുണ്ട്. ഇതിന് പകരം നിങ്ങളടുത്ത് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ കോൺസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 2 ടീസ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട. വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണോളം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരയാനുള്ള വെള്ളത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കരുത് കേട്ടോ. കാരണം നമുക്കിതിൽ ഒട്ടും വെള്ളം പാടില്ല. നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അതുപോലെ ചിക്കന് ഞാനിപ്പം ഒരു വലിയൊരു പീസ് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ചെറുതാക്കണ്ട, എന്നാൽ വളരെ വലുതും ആക്കണ്ട. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കന് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അത് മസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന പേസ്റ്റിലും അധികം വെള്ളം പാടില്ല. അപ്പം ചിക്കനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഈ ഒരു മാരിനേഷൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു മിക്സിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് മാരിനേഷൻ നന്നായിട്ട് പിടിക്കില്ല ചിക്കനിൽ. അപ്പോൾ നമുക്ക് അത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം പുറത്തേക്ക് വരും ചിക്കനിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മളിതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക കേട്ടോ. അരമണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാം. മാക്രോണി വേവിക്കാനായിട്ട് ഒരുപാട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളത്തിന് കണക്കൊന്നുമില്ല. തിളച്ച ശേഷം അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒരു 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കട്ട കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിതിലോട്ട് മാക്രോണി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു പാക്ക് മുഴുവനും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൽ വേണം അത് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതിനകത്ത് മാക്രോണി വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഷവർമ സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീണ്ടും ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് മയോണൈസ് ഏതാണ് എടുക്കുന്നത്. ഞാൻ ഈ 100 ബ്രാൻഡിൻ്റെ ഒറിജിനൽ മയോണൈസ് എന്നുള്ളതാണ് എടുക്കാറ് കേട്ടോ. അതിലോട്ട് ഞാൻ ഒരു കപ്പോളം മയോണൈസ് എടുത്തിട്ടുണ്ടാവും. അതിലോട്ട് ഒരു ടീസ്പൂണ് തൈര്, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പാല്. ആ വെളുത്തുള്ളിയുടെ ആ ഒരു കുത്തുന്ന ഫ്ലേവറും പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ളു ഉപ്പ് അതും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഷവർമയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള സോസാണ് വേണ്ടത്. ഇനിയിപ്പോൾ തിക്നെസ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ മൈനേഴ്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിത് 2 കളർ സോസാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സോസ് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ സെയിം ബ്ലെൻഡറിലോട്ട് കുറച്ചുകൂടെ മയോണൈസ് ഇട്ടിട്ട് ഒന്നും കൂടി അത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് സോസ് അവിടെ മാറ്റി വയ്ക്കട്ടെ. ഇനി ഈ ബ്ലെൻഡറിലോട്ട് കുറച്ചുകൂടെ മയോണൈസ് ചേർത്ത് കൊടുക്കാം, ഒന്നും കൂടെ തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നല്ല കളറുള്ള ചില്ലി പൗഡർ തന്നെ എടുക്കാം കേട്ടോ.
അതൊരു അര ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടും. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ ഒരു ടൊമാറ്റോ സോസും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പുളിപ്പും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 2 സോസ് നമ്മളുടെ ഷവർമയിലേക്കുള്ള 2 സോസ് റെഡി ആയിട്ടുണ്ട്. അഥവാ നിങ്ങളിത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ 2 സോസും ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടെ കട്ടി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് കൊണ്ട് മാക്രോണി റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റിൽ ബാക്കിലുണ്ടാവും എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഓട്ടപാത്രത്തിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇതാ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ. അപ്പം എണ്ണ ചൂടായ ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ചിക്കനിൽ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് പിന്നെ നമുക്കത് റെഡി ആവാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ, ഏറ്റവും മാക്സിമം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്, ഫ്രൈ ചെയ്തിട്ടുള്ളത്. കാരണം എന്നാലേ ആ ഷവർമയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ വരുള്ളൂ. നല്ലൊരു മണമായിരിക്കും കേട്ടോ. ശരിക്കും ആ ഒരു ഷവർമയുടെ മണമൊക്കെ വരും ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ഇതുപോലെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ല തിന്നായിട്ട് ക്യാരറ്റ് അരിഞ്ഞെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. ക്യാബേജ് ഇട്ട് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്യാരറ്റ് ആണെങ്കിലും കുറച്ച് മാത്രം മതി കേട്ടോ ഈ ഒരു ഡിഷിലോട്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ ഒരു സ്റ്റേജിലൊക്കെ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പുറം ഭാഗത്ത് നല്ലൊരു മുരിഞ്ഞ പോലെ ഉണ്ടാവും, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ചിക്കനാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാക്രോണി വേവിക്കുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിന് എക്സ്ട്രാ ചേർക്കേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യുക. കാരണം ആ ചിക്കൻ്റെ ഫ്ലേവറും മാക്രോണി എല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേര് ഞാൻ ഈ ഒരു ഡിഷിന് ഇടാൻ തന്നെ മെയിൻ കാരണം ഇതിന് ആ ഒരു ഷവർമയുടെ ആ ഒരു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ തന്നെയാണ്. നമ്മൾ കുബൂസിൽ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഇനി നമ്മുടെ ഷവർമയുടെ സോസ്, വൈറ്റ് സോസ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വൈറ്റ് സോസ് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ, ഒന്ന് കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരുപാട് ഒഴിക്കേണ്ട, അത് നമ്മൾ സെർവിങ് സമയത്ത് ഒഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിലോട്ടൊരു 2-3 ടീസ്പൂൺ മാത്രം ഷവർമയുടെ ആ ഒരു വൈറ്റ് സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യുമ്പം അതിൽ സോസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. നമ്മൾ ഷവർമ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മൾ കുബൂസിൻ്റെ അകത്ത് ആദ്യം സോസ് ഒഴിച്ചിട്ട് ചിക്കന് ലെയർ ചെയ്യും, എന്നിട്ട് പിന്നെ ചിക്കൻ്റെ മുകളിൽ സോസ് വീണ്ടും ഒഴിച്ചിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കല്ലേ. അതേപോലെ തന്നെ ഇതിൽ കുറച്ച് സോസ് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സോസ് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. അതാണ് ഇതിൻ്റെ ഈ ഒരു ഡിഷിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി പ്ലേറ്റിങ്ങിൻ്റെ സമയത്താണ് ബാക്കിയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലാണ് പ്ലേറ്റ് ചെയ്യുന്നത്. ഹോട്ട് പാക്കിൻ്റെ പാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷവർമ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പിലിട്ടത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് തലേദിവസം ഉപ്പിലിട്ടതാട്ടോ. ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും പച്ചമുളകും കൂടി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളം ഉണ്ടായിരുന്നു, അതിലിട്ട് വെച്ചതാണ്. പിന്നെ നമ്മുടെ സോസ്, രണ്ടാമത്തെ സോസ്, വൈറ്റ് സോസ് അല്ലാത്ത സ്പൈസി സോസും കൂടി ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുമ്പോഴാണ് നമ്മൾ സോസ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്പൈസി സോസ് ഒഴിക്കാം, അല്ലെങ്കിൽ വൈറ്റ് സോസ് ഒഴിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ.
പിന്നെ അതുപോലെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം സോസ് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. സോസ് ഒഴിച്ചിട്ട് കുറേ നേരം വെക്കുകയാണെങ്കിൽ അതൊക്കെ ഡ്രൈ ആയിട്ട് പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും സോസ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു സ്റ്റേജ് വരെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നേരം മാത്രം സോസ് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. ശരിക്കും ആ ഒരു ഷവർമ്മക്ക് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മാക്രോണി ഡിഷായിരിക്കും. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. സോസൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാക്രോണി ഉണ്ടാക്കുക, ചിക്കൻ ഫ്രൈ ചെയ്യുക, രണ്ടും കൂടി മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കാണുമ്പോഴേ നല്ല ക്രീമി ആയിട്ടുള്ളൊരു പാസ്തയാണ്. ഈ മാക്രോണിക്ക് പകരം നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. മാക്രോണി തന്നെ വേണമെന്നില്ല. അതുപോലെ നമ്മുടെ ചാനലിൽ മാക്രോണി റെസിപ്പീസ് ആണെങ്കിലും ഷവർമ റെസിപ്പീസ് ആണെങ്കിലും ഒരുപാടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വെറൈറ്റീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ പിന്നീട് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.